അങ്ങനെ ഇതേ വല്ലപ്പോഴേന്ന് ഇതേ ആര്യയുടെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളതിനെ പട്ടാമ്പി ഇറക്കിയിട്ട് ആര്യ അമ്മയും ആദർശം കൂടിയിട്ട് നേരെ തൃശ്ശൂർക്ക് വീട്ടിലേക്ക് പോയിട്ടാ ഞാനും തേജപ്പനും കൂടിയിട്ട് ഇതേ വിൻഷാടിന്റെ പട്ടാമ്പിയുള്ള ഓഫീസിലേക്ക് പോവാണ്. തേജു ആണെങ്കിൽ ഇതേത് ചിത്തുട്ടമ്മാമ്മയുടെ വണ്ടിയല്ലേ, ഇത് ആ മാമ്മയുടെ വണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ എല്ലാവരുടെ വണ്ടിക്ക് കാണിച്ചു തരുന്നില്ല. പതുങ്ങി പതുങ്ങി പോയിട്ടില്ലേ, അച്ഛൻ ജോലി ചെയ്യണ്ടോന്ന് നമുക്ക് പതുങ്ങി പോയിട്ട് നോക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ നടന്നു പോണത് ആള്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് ഇതിൽ ഏതാണ് അവരുടെ ഓഫീസിൽ നിന്ന്. പിന്നെ ഇതേ വിൻഷേട്ടൻ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് തന്നെയാണ്. അപ്പോൾ അതേ ഡ്യൂട്ടി കഴിഞ്ഞോട്ട് എല്ലാവരും പോവാൻ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ എത്തിയ തേജപ്പന്റെ കണ്ണ് എപ്പോഴും ഇവിടുത്തെ ചെയറിലാവട്ടോ. പിന്നെ എല്ലാവരുടെയും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കണോണ്ട് തേജുവിന് കുറച്ചു നേരം കളിക്കാൻ കുറച്ച് പേരെ കൂട്ട് കിട്ടിയിട്ടാ. പിന്നെ അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇതേ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. എന്റെ ഫോണിലാണെങ്കിൽ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ചു നേരം ചാർജൊക്കെ ചെയ്യാൻ വെച്ചു. പിന്നെ നമ്മൾ നേരെ ഇതേ നമ്മുടെ പാറുവിന്റെയും ചിത്തുട്ടേന്റെയും വീട്ടിലേക്കായിട്ട് പോണത്. കാരണം നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീട്ടിലെത്തി പുറപ്പെട്ട് വരുമ്പോഴേക്കും അത്യാവശ്യം നേരമാവും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ നമ്മുടെ പാറുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ വിൻഷാടിൻ്റെ വണ്ടിയുമ്പോൾ ഞങ്ങൾ കയറി ഞങ്ങളങ്ങനെ വേഗം അവിടെ എത്തിയിട്ട് അവിടെ എത്തിയപ്പോഴോ പാറു ഭയങ്കര കുക്കിങ്ങിലായിരുന്നു കേട്ടോ. കാരണം ചിക്കനും മീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതൊക്കെ വെക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും കുറേ പേര് ചോദിക്കാറുണ്ട് പാറു ആരാണെന്ന്. അപ്പോൾ പാറു നമ്മുടെ വിൻഷാട്ടിൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഒപ്പം വർക്ക് ചെയ്തായിരുന്ന ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ പാറു. കുറേ പേര് ഇപ്പോഴും നിങ്ങളുടെ കസിനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മളിത് സിനിമയ്ക്ക് പോകാൻ ഇവിടെ ഓങ്ങല്ലൂർ വന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ മനോജേട്ടനെ കാത്തിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വണ്ടിക്ക് സൈഡാക്കിയിട്ട് നമ്മൾ മനോജേട്ടനെ കാത്തിട്ട് ഇതാളുടെ കാറിലാട്ടോ നമ്മൾ ഷൊർണൂർക്കായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ഇത് തിയേറ്റർ എത്തണ വരെ ഞങ്ങളുടെ ഡിസ്കഷൻ അടുത്ത ട്രിപ്പിനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ. കാരണം വെക്കേഷനൊക്കെ ആയില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കക്കാടംപോയിൽ പോയത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണ് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ. അങ്ങനെ അത് അവിടെ എത്തിയിട്ട് നമ്മൾ സിനിമയ്ക്ക് ഇരുന്നു കേട്ടോ. തമിഴ് ഫിലിം ആയിരുന്നു കേട്ടോ. വീരധീരശൂരൻ നമ്മുടെ വിക്രമില്ലേ ആളുടെ പടമായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു പടമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എവിടേക്കോ ഒന്ന് ഉറങ്ങിപ്പോയോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് അതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്റർവെല്ലായിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചപ്പോഴാണ് ഞാനൊന്ന് ഉഷാറായത് കേട്ടോ. അങ്ങനെ പടമൊക്കെ കണ്ടിട്ട് ഇറങ്ങി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ 12 മണി 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമ്പുരാനും ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാനും ആൾക്കാരൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മൾ കാർ എടുത്തിട്ട് നേരെ ഓങ്ങല്ലൂർക്കാട്ടോ പോണത്. കാരണം ഓങ്ങല്ലൂരാണ് നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളിതേ ഓങ്ങല്ലൂർ ഇറങ്ങി നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകട്ടെ ചെയ്ത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.